രണ്ടാമതൊരു സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമോ? ഈ ചോദ്യം ഏറെ നാളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ട്. കേരളത്തിലും അത് സജീവ ചർച്ചയാണ്. കാരണം രാഹുൽ ഗാന്ധി വയനാട്ടിലെ UDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം മറ്റൊരു സീറ്റിൽ മത്സരിച്ച് ജയിച്ചാൽ സ്വാഭാവികമായും വയനാട് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചാലും അദ്ദേഹം രാജിവെക്കും. അത് വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതിന് തുല്യമായിരിക്കും എന്ന ചർച്ചകൾ നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു. എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് എന്ന ചോദ്യം രാഹുൽ ഗാന്ധിയോട് ഇന്ത്യ മുന്നണിയിലെ വിവിധ കക്ഷികൾ നേരത്തെ ചോദിച്ചിരുന്നു, പ്രത്യേകിച്ച് ഇടതുപക്ഷം. എന്നാൽ അദ്ദേഹം അതൊന്നും കണക്കാക്കാതെയാണ് കേരളത്തിൽ വന്ന് മത്സരിച്ചത്. വയനാട്ടിൽ നിന്ന് മത്സരിച്ചിരിക്കുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞു. വോട്ടെടുപ്പിന് മുന്നേ അദ്ദേഹം ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്നു എന്ന ചർച്ചകളൊക്കെ ഉയർന്നു വന്നിരുന്നു. മത്സരിക്കണം എന്ന ആവശ്യമൊക്കെ ഉയർന്നു വന്നിരുന്നു. അമേത്തിയിലെയും റായ്ബറേലിയിലെയും കോൺഗ്രസ് നേതാക്കൾ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഞങ്ങൾ ഈ രണ്ട് നേതാക്കളെയും കാത്തിരിക്കുകയാണ് എന്ന് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇതുവരെയും മനസ്സ് തുറന്നിരുന്നില്ല. എന്താണ് തീരുമാനം എന്ന് പറഞ്ഞിരുന്നില്ല. വയനാടിലെ വോട്ടെടുപ്പ് കഴിഞ്ഞു, അതിനുശേഷം ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും എന്ന വാർത്തകളും വന്നിരുന്നു. എന്നാൽ വോട്ടെടുപ്പിന് ശേഷവും തീരുമാനമുണ്ടായില്ല. നീണ്ടു പോവുകയാണ്. ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. അന്ന് ഇത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ആ തീരുമാനം മറ്റൊന്നുമല്ല, രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്ന് തന്നെയാണ്. അമേത്തിയിൽ മത്സരിക്കുന്നത് സോണിയ കുടുംബത്തിന്റെ വിശ്വസ്തനായ KL ശർമ്മയാണ് എന്നും കോൺഗ്രസ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേത്തിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന തോന്നലാണ് എന്ന വാർത്തകളാണ് നേരത്തെ വന്നത്. കാരണം അദ്ദേഹം അവിടുത്തെ സിറ്റിംഗ് MP ആയിരുന്നു. കഴിഞ്ഞ തവണയാണ് തോറ്റത്. അതുകൊണ്ട് ഇത്തവണ അവിടെ മത്സരിച്ച് സീറ്റ് തിരിച്ചു പിടിക്കും, അതിനുവേണ്ടിയുള്ള വാശിയേറിയ പോരാട്ടം നടത്തും എന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ അദ്ദേഹം അമേത്തി സ്വീകരിച്ചില്ല. അമേത്തിയിൽ തോൽവി ഉറപ്പാണ് എന്ന് കണക്കുകൂട്ടിയിട്ടുണ്ട്. സുരക്ഷിതമല്ല അമേത്തി എന്നാണ് കോൺഗ്രസിന് കിട്ടിയ റിപ്പോർട്ട്. അതേ തുടർന്നാണ് കൂടുതൽ സുരക്ഷിതമായ റായ്ബറേലിയിലേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നത്. റായ്ബറേലി മണ്ഡലത്തിൽ 5 നിയമസഭാ സീറ്റുകളാണുള്ളത്. ആ സീറ്റിൽ 5ഉം SP-യുടേതാണ്, സമാജ്വാദി പാർട്ടിയുടേതാണ്. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും UP-യിൽ ഒന്നിച്ചാണ് മത്സരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ താരതമ്യേന സുരക്ഷിതമായ മണ്ഡലമാണ് റായ്ബറേലി. അതുമാത്രമല്ല, 2004 മുതൽ സോണിയാഗാന്ധി മത്സരിക്കുന്ന സീറ്റാണ്. സോണിയാഗാന്ധി നല്ല ഭൂരിപക്ഷത്തിനാണ് ഓരോ തവണയും അവിടെ നിന്ന് ജയിച്ച് ലോക്സഭയിൽ എത്തുന്നത്. 2019 സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം 1,67,178 വോട്ടായിരുന്നു. 2014 ഇതേ ഭൂരിപക്ഷം 3,52,713 വോട്ടായിരുന്നു എന്നുകൂടി കാണണം. 3,52,713. അതിനു മുമ്പ് 2009 മത്സരിക്കുന്ന ഘട്ടത്തിൽ സോണിയാഗാന്ധിയുടെ ഭൂരിപക്ഷം 3,72,165 വോട്ടായിരുന്നു. 2004 2,49,765 വോട്ടും. അങ്ങനെ നല്ല ഭൂരിപക്ഷത്തിന് എപ്പോഴും സോണിയാഗാന്ധി ജയിച്ചു വരുന്ന, കോൺഗ്രസിന് നല്ല അടിത്തറയുള്ള, ഗാന്ധി കുടുംബത്തോട് സ്നേഹമുള്ള വോട്ടർമാരുള്ള മണ്ഡലമാണ് റായ്ബറേലി. അവിടെ നിന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹം അവിടെ വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെയും രാഹുൽ ഗാന്ധി തോറ്റാൽ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകും എന്ന കാര്യത്തിലും സംശയമേ വേണ്ട. പക്ഷെ തോൽക്കില്ല. സമാജ്വാദി പാർട്ടിക്കും കോൺഗ്രസിനും നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ്. എന്ത് തരംഗം UP-യിൽ ഉണ്ടായാലും, BJPക്ക് അനുകൂലമായ എത്ര വലിയ തരംഗം ആഞ്ഞടിച്ചാലും റായ്ബറേലി സുരക്ഷിതമാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അങ്ങനെ വരുമ്പോൾ അവിടെ രാഹുൽ ഗാന്ധി ജയിക്കും. എത്ര വോട്ടിന് ജയിക്കും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. അപ്പോൾ അദ്ദേഹം വയനാട് ഉപേക്ഷിക്കുമോ, വയനാട് നിലനിർത്തുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം റായ്ബറേലി നിലനിർത്തും, വയനാട് ഉപേക്ഷിക്കും. വയനാട്ടിലെ ജനങ്ങളോട് കാട്ടുന്ന വഞ്ചനയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അദ്ദേഹം നേരത്തെ പറയണമായിരുന്നു, കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിക്കണമായിരുന്നു, ഇത്തവണയും രാഹുൽ ഗാന്ധി 2 മത്സരിക്കുന്നു, ഒന്ന് വയനാടും മറ്റൊന്ന് അമേത്തിയിലോ റായ്ബറേലിയിലോ മത്സരിക്കും എന്നുകൂടി പറയണമായിരുന്നു. അങ്ങനെ പറയാതെ വോട്ടെടുപ്പ് ദിവസം വരെ ഇത് മറച്ചുപിടിച്ച് വോട്ടെടുപ്പിന് ശേഷം ഇക്കാര്യം പ്രഖ്യാപിച്ചത് എന്തിന് എന്ന ചോദ്യമാണ് ഉയർന്നത്. അത് തീർത്തും വയനാട്ടിലെ വോട്ടർമാരോട് കാട്ടുന്ന ഏറ്റവും വലിയ അനീതിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേയില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു, വയനാട്ടിൽ ഒരു ബൈ ഇലക്ഷൻ വരും. ആ ബൈ ഇലക്ഷനിൽ ആര് ജയിക്കുമെന്നത് മറ്റൊരു കാര്യമാണ്. അത് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലെ വോട്ടർമാർ നൽകുന്ന ഭൂരിപക്ഷവും കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം പറയാൻ. കാരണം ഇത്തവണ ഭൂരിപക്ഷം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ അദ്ദേഹം ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം വയനാട്ടിൽ തോറ്റുപോകുമായിരുന്നു. അത്രയ്ക്കും ശക്തമായ മത്സരമാണ് മണ്ഡലത്തിൽ നടന്നത്. ഇടതുപക്ഷത്തിലെ സ്ഥാനാർത്ഥി ആനി രാജ നല്ല ഇളക്കം ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ജയിക്കില്ല ഇടതുപക്ഷം എന്നത് ഒരു വസ്തുതയുമാണ്. എന്നിരുന്നാലും
രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിഞ്ഞാൽ തന്നെ അത് ഇടതുപക്ഷത്തിന്റെ വലിയ വിജയമായി കണക്കാക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു മണ്ഡലം നിലനിർത്താൻ ഒരിക്കലും രാഹുൽ ഗാന്ധി തയ്യാറാകില്ല. അവിടെ ഒരു ബൈ ഇലക്ഷൻ വരും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കുക തന്നെ ചെയ്യും. എത്ര ഭൂരിപക്ഷത്തിനാണ് എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങൾ ഈ തീരുമാനത്തെ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നത് വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയും.